ജീവിതം വളരെ ചെറുതാണ്. നമ്മൾ എത്ര വർഷം ജീവിച്ചു എന്നതിലല്ല, എത്രമാത്രം സന്തോഷത്തോടെ ജീവിച്ചു എന്നതാണ് പ്രധാനം. സന്തോഷം ഒരു ദിവസം പെട്ടെന്ന് വരില്ല. അത് ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ നല്ല ശീലങ്ങളുടെ ഫലമാണ്. ഞാൻ ഇന്ന് ഒരു 25 ശീലങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ ഒന്ന് ചെയ്യൂ, നാളെ മറ്റൊന്ന്. കുറച്ചു നാൾ കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ സമാധാനമുള്ള, കൂടുതൽ ആത്മവിശ്വാസമുള്ള, കൂടുതൽ സന്തോഷമുള്ള ഒരു മനോഹരമായ വ്യക്തിയായി മാറും. ലോകത്തിലെ സമ്പന്നരായ എല്ലാവരും ഹാപ്പിയാണോ? അല്ല. കാരണം സന്തോഷം പുറത്തു നിന്ന് ലഭിക്കുന്നതല്ല, അത് ഉള്ളിൽ വളർത്തേണ്ട ഒരു ശീലമാണ്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണും. കാരണം അവസാനത്തെ ശീലം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിയേക്കാം. അപ്പോൾ ശീല നമ്പർ 1, ഓരോ ദിവസവും നന്ദിയോടെ തുടങ്ങുക. ഉണർന്ന ഉടനെ ഫോൺ എടുക്കരുത്. പകരം ഒരു നിമിഷം കണ്ണടച്ച് ഇന്നത്തെ ദിവസത്തിന് നന്ദി പറയൂ. നന്ദിയുടെ മനസ്സിൽ പരാതികൾക്ക് ഇടമില്ല. നമ്പർ 2, മറ്റൊരാളുമായി നമ്മുടെ ലൈഫ് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അവരുടെ ഹൈലൈറ്റഡ് ലൈഫ് മാത്രമേ നമ്മൾ കാണുന്നു. നിങ്ങളുടെ സമയം, നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ വിജയം അത് ഒരിക്കലും മറ്റൊരാളുമായി കമ്പയർ ചെയ്ത്. തേർഡ് 1, ദിവസവും മനസ്സറിഞ്ഞ് ചിരിക്കൂ. ഒരു പുഞ്ചിരിക്ക് ചിലവൊന്നുമില്ല, പക്ഷെ അതിന് അത്ഭുതകരമായ ശക്തിയുണ്ട്. നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും സന്തോഷത്തിന്റെ സന്ദേശം സ്വീകരിക്കുന്നു. എൻ്റെ ലൈഫ് കോച്ചിങ് സെഷനിൽ ഞാൻ ലാഫ്റ്റർ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്റ്റുഡൻസിന്റെ ഫേവറേറ്റ് സെഷനാണ്. നിങ്ങൾക്കും മതിമറന്ന് ചിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് കോച്ചിങ് സെഷനിലേക്ക് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഫോർത്ത് 1, ക്ഷമിക്കാൻ പഠിക്കുക. നിങ്ങളെ വേദനിപ്പിച്ചവരെ മനസ്സിൽ പിടിച്ചു വെക്കരുത്. നമ്മൾ വിഷം കുടിച്ച് മറ്റൊരാൾ മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയാണ്. ക്ഷമിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രമാണ്. നെക്സ്റ്റ് 1, നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുക. മനസ്സ് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ശരീരം ഹെൽത്തി ആയിരിക്കണം. ആവശ്യത്തിന് ഉറങ്ങുക, വെള്ളം കുടിക്കുക. നിങ്ങളുടെ ശരീരം നിങ്ങളോട് നന്ദി പറയാൻ തുടങ്ങും. 6th 1, നെഗറ്റീവ് ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. ചിലർ എല്ലാ ദിവസവും നിങ്ങളുടെ എനർജി ചോർത്തും. അവരെ മാറ്റാൻ ശ്രമിക്കണ്ട. പകരം നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക. നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. 7th 1, മറ്റുള്ളവരെ സഹായിക്കുക. അർഹരായവരെ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ സഹായിക്കാൻ ശ്രമിക്കണം. 8th 1, ഇപ്പോഴുള്ള നിമിഷത്തിൽ ജീവിക്കുക. ഭൂതകാലം കഴിഞ്ഞു, ഭാവി ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് സ്വന്തമായി ഉള്ളത് ഈ ഒരു നിമിഷം മാത്രം. ഈ ഒരു നിമിഷം ആസ്വദിക്കാൻ പഠിച്ചാൽ ജീവിതം ബ്യൂട്ടിഫുൾ ആകും. 9th 1, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. ലോകം നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും. 10th 1, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുക. ഒരു മഴ, ഒരു കാപ്പി, ഒരു കുട്ടിയുടെ ചിരി, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. ചിലരാവട്ടെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് സന്തോഷത്തിന് വേണ്ടി. 11th 1, ശരീരത്തെ നിങ്ങൾ മൂവ് ചെയ്യുക, ഡാൻസ് ചെയ്യുക, ജിമ്മിൽ പോവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ചെയ്യുക. ചലിക്കുന്ന ശരീരം സന്തോഷത്തിന്റെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. 12th 1, ആവശ്യമുള്ളപ്പോൾ നോ പറയാൻ നിങ്ങൾ പഠിക്കുക. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവസാനം നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സ്വന്തം സന്തോഷമാണ്. ഇല്ല എന്ന് പറയുന്നത് സ്വാർത്ഥതയല്ല, അത് നിങ്ങളുടെ സമാധാനത്തെ സംരക്ഷിക്കുകയാണ്. 13, പ്രകൃതിയോട് സമയം ചെലവഴിക്കുക. മഴയുടെ ശബ്ദം കേൾക്കൂ, മരങ്ങൾക്കിടയിലൂടെ നടക്കൂ. പ്രകൃതി ഒരിക്കലും സംസാരിക്കില്ല, പക്ഷെ അത് മനസ്സിനെ ശാന്തമാക്കും. 14, ചെറിയ ചെറിയ വിജയങ്ങൾ പോലും നിങ്ങൾ ആഘോഷിക്കുക. വലിയ വിജയങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഒരിക്കലും കാത്തിരിക്കരുത്. 15, പരാതി പറയുന്നത് കുറയ്ക്കുക. പരാതി പറയുമ്പോൾ പ്രശ്നം വലുതാകും. പരിഹാരം തേടുമ്പോൾ നിങ്ങൾ ശക്തനാകും. 16, ചൂസ് യുവർ ഫ്രണ്ട്സ് വൈസ്ലി. നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന 5 പേരുടെ ശരാശരിയാണ് നിങ്ങൾ. നിങ്ങളുടെ അപ്ലിഫ്റ്റ് ചെയ്യുന്നവരോട് ഒപ്പം കൂടും. നിങ്ങളെ താഴേക്ക് വലിക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കൂ. 17, എല്ലാ ദിവസവും എന്തെങ്കിലും പഠിക്കൂ. പഠനം അവസാനിക്കുന്ന ദിവസം വളർച്ചയും അവസാനിക്കും. ഒരു പുതിയ കഴിവ് ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിനെ വളർത്തട്ടെ. 18,
ഡോണ്ട് വെയിറ്റ് ഫോർ ദി പെർഫെക്റ്റ് ടൈം. ജീവിതത്തിൽ പെർഫെക്റ്റ് ടൈം എന്നൊന്നില്ല. നിങ്ങൾ തുടങ്ങുന്ന നിമിഷമാണ് ഏറ്റവും പെർഫെക്റ്റ്. ഇന്ന് തന്നെ ഒരു കുഞ്ഞു സ്റ്റെപ്പ് എടുക്കൂ. നിശ്ചലമായി നിൽക്കുന്നതിനേക്കാൾ നല്ലതാണത്. 19 നിയന്ത്രിക്കാൻ കഴിയാത്തത് സ്വീകരിക്കുക. എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലല്ല. മഴ, മറ്റുള്ളവരുടെ അഭിപ്രായം, ഭൂതകാലം ഇവയൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷെ അതിനോട് നിങ്ങളുടെ പ്രതികരണം മാറ്റാൻ കഴിയും. 20 സ്പീക്ക് കൈൻഡ്ലി ടു യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ ഭയങ്കര സ്നേഹത്തോടെ സ്വന്തം സുഹൃത്തിനോട് പറയുന്ന പോലെ നല്ല നല്ല വാക്കുകൾ സംസാരിക്കുക. ഞാൻ ദിനം പ്രതി മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു തുടങ്ങിയ നല്ല നല്ല വാക്കുകൾ നിങ്ങളോട് പറയുക. 21 റെഡ്യൂസ് സോഷ്യൽ മീഡിയ. മണിക്കൂറുകളോളം സ്ക്രോൾ ചെയ്തിട്ട് മനസ്സ് ശൂന്യമായിട്ട് തോന്നാറുണ്ടോ? സ്ക്രീനിൽ ജീവിക്കുമ്പോൾ യഥാർത്ഥ ജീവിതം നഷ്ടമാകും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കൂ, പക്ഷേ സോഷ്യൽ മീഡിയയുടെ അടിമയാകരുത്. 22 പ്രതിഫലം പ്രതീക്ഷിക്കാതെ കൊടുക്കുക. സ്നേഹം, കരുണ, പുഞ്ചിരി, ഒരു സഹായം ഇവ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാതെ കൊടുക്കൂ. അപ്പോൾ മനസ്സ് കൂടുതൽ ലഘുവാകും. 23 ലാഫ് അറ്റ് യുവർ സെൽഫ് സംടൈംസ്. എല്ലാം നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല. തെറ്റുകൾ ചിലപ്പോൾ സംഭവിക്കും. ചിലപ്പോൾ സ്വന്തം തെറ്റുകൾ കണ്ടാലും ചിരിക്കാൻ പഠിക്കും. നമ്മുടെ ലൈഫ് ഭയങ്കര സിമ്പിൾ ആക്കും. 24th സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ല. അവ നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുന്ന കഥകളാണ്. ഓവർ തിങ്കിങ് സ്റ്റീൽസ് ടുഡേസ് പീസ്. 25 ഓരോ ദിവസവും സമാധാനത്തോടെ അവസാനിപ്പിക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇന്നത്തെ ഏറ്റവും നല്ല നിമിഷങ്ങൾ ഓർക്കൂ. എല്ലാവരോടും ക്ഷമിക്കൂ. സ്വയം നന്ദി പറയൂ. ഇന്ന് ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചു, നാളെ ഞാൻ ഇതിലും കൂടുതൽ നല്ല ദിവസം ആയിരിക്കും എന്ന് മനസ്സിൽ പറയുക. സന്തോഷത്തോടെ ഉറങ്ങൂ. സന്തോഷം ഒരു ഡെസ്റ്റിനേഷൻ അല്ല, അത് ഓരോ ദിവസവും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളുടെ ഫലമാണ്. നിങ്ങൾക്ക് പണം ഉണ്ടായാലും ഇല്ലെങ്കിലും, വിജയം ഉണ്ടായാലും ഇല്ലെങ്കിലും, ലോകം നിങ്ങളെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ എപ്പോഴും നിങ്ങളുടെ കൈകളിലായിരിക്കണം. Happiness doesn't come from having everything. Happiness comes from appreciating everything you already have. ഇന്നു മുതൽ സന്തോഷത്തെ അന്വേഷിക്കരുത്, സന്തോഷം തിരഞ്ഞെടുക്കൂ. എപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കൂ. താങ്ക് യു.